ആകുലനാകരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടെൻ മകനേ. വിഴികൾ നനയരുതേ, മൊഴികൾ പതറരുതേ, ദൈവം നിൻ കാവലാളെൻ മകനേ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അശരണനല്ല, ജീവന്റെ നാഥൻ നിൻ സ്വന്തമല്ലേ. Love the Lord your God with all your heart and with all your soul and with all your mind and with all your strength. Mark chapter 12 verse 30. We begin with the sign of the cross. In the name of the Father and of the Son and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരേണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തോട്ടുള്ളതാകുന്നു. ഈശോ മിശിഹ വാഴ്ത്തോട്ടവനാകുന്നു. പരിശുദ്ധ കന്യകേ, ഓർത്തറിയാം അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വീഴ്ചയുള്ളണമേ. ആമേൻ. Psalms 121. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. Psalms 121. I look to the mountains, where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. Amen. This is the word of the God. Thanks be to God. കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ. പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക, നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനെ. നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി
നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാംസ് 91. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും വിട്ടു സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് എന്റെ പ്രതിഫലം കാണും. യഹോവയെ നീ എന്റെ സങ്കേതമാവുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ മണയിന്മേൽ നീ ചവിട്ടും. ബാലിസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ച് ഞാൻ അവന് ഉത്തരം പറയണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവസ്നേഹമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സായങ്കാല രാത്രിയിൽ കർത്താവിന്റെ സന്നദ്ധയിലായിരിക്കാനും അങ്ങ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അപ്പച്ച. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാകുന്നല്ലോ. അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാനുള്ള കരുണ കാണിച്ചതിനോർത്ത് അപ്പച്ച ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകൽക്കാലം ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ സന്തോഷത്തോടും ആരോഗ്യത്തോടു കൂടി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂട്ടിയതിനോർത്ത് നന്ദി പറയുന്നു അപ്പച്ച. മനുഷ്യന് അസാധ്യം ഇത് അങ്ങേക്ക് സാധ്യമാകുന്നല്ലോ. ഞങ്ങളുടെ കൂട്ടായ്മ അങ്ങേക്ക് അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സമർപ്പിക്കുന്നു, നിങ്ങളുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഈ കൂട്ടായ്മയിലുള്ള നിയോഗങ്ങളും അങ്ങ് അനുഗ്രഹിക്കണമേ. ആരോഗ്യ സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ഈ കൂട്ടായ്മയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു അപ്പച്ച. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും സമർപ്പിക്കുന്നു അപ്പച്ച. അനുഗ്രഹിക്കണമേ കർത്താവെ. മറിയം വീടിനെയും കമ്മ്യൂണിറ്റി കിച്ചൺ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് റിട്രീറ്റ് സെന്റർ എല്ലാം അങ്ങയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു അപ്പച്ച. അനുഗ്രഹിക്കണമേ. മറിയം വീട്ടിലുള്ള എല്ലാ മക്കളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. സന്തോഷവും സമാധാനവും അങ്ങ് കൊടുക്കണമേ. ആരോഗ്യമായുസ്സും പരസ്പര സ്നേഹവും വിശ്വാസത്തിൽ ജീവിക്കുള്ള അനുഗ്രഹം കൊടുക്കണമേ അപ്പച്ച. ക്യാൻസർ ആയിരിക്കുന്ന ഒരു ഗോപി അപ്പച്ചന് സമർപ്പിക്കുന്നു കർത്താവെ. സൗഖ്യം കൊടുക്കണമേ. വേദനകളെല്ലാം കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. പ്രത്യേകിച്ച് ആന്റണി അപ്പച്ചൻ, തങ്കപ്പച്ചൻ, മാലതി അമ്മ, മോനച്ചപ്പച്ചൻ, കടപ്പുരോഗിയായ ബ്ലീഡിംഗ് ആയിട്ട് ഒരാഴ്ചയായല്ലോ കർത്താവെ. സൗഖ്യം കൊടുക്കണമേ. രക്തസ്രാവകാരിയായ അമ്മയെ തൊട്ട് സൗഖ്യം കൊടുത്തതുപോലെ എൽസിയമ്മയെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവെ കനിയണമേ. എല്ലാ മക്കളുടെ മേലെ അങ്ങ് കനിവ് തോന്നണമേ കർത്താവെ. മറിയം വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും സമർപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. പരസ്പര സ്നേഹത്തേത് കർത്താവെ കുറച്ച് സെന്ററിനും കർത്താവെ മറിയം വീടിനും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ യാവുന്ന അനുഗ്രഹമല്ലോ കർത്താവിന്റെ കയ്യിലാണല്ലോ കർത്താവെല്ലാം ഇരിക്കുന്ന. പെയിൻ ആൻഡ് പാലിയേറ്റീവ് റിട്രീറ്റ് എല്ലാ സ്പോൺസറും ചെയ്യുന്ന എല്ലാ മക്കളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പച്ച. ഓരോ ദിവസവും അങ്ങ് നടത്തുന്നതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണം. എല്ലാ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച.
എല്ലാ ക്യാൻസർ രോഗികളെ, ഹാർട്ട് രോഗികളെ, ലിവർ രോഗികളെ, കിഡ്നി രോഗികളെ, BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാ മക്കളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ കർത്താവെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനാഥ മന്ദിരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ അന്തേവാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച കനിവ് തോന്നണമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, 8ഉം 10ഉം വാക്യം. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവെ, ഈ കൽപ്പന പ്രകാരം ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോ മക്കൾക്കും തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. Gospel reading, Matthew chapter 17, verses 22 to 27. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. അവർ കഫർന്നഹൂമിൽ എത്തിയാറെ ദ്രുതമ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രുതമ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഓവോ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോടോ വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനു നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ടു ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രംഭണം കാണും. അത് എടുത്തു എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ദൈവമേ, നിനക്ക് സ്വീകരിക്കുമോ ബാർക്കുമോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കാര്യത്തെ കുറിച്ച് ഓർപ്പിക്കാം. യേശു ക്രിസ്തു അവരെ ഒഫൻഡ് ചെയ്യണ്ട എന്നാ പറഞ്ഞത്. അവരെ ഒഫൻഡ് ചെയ്യേണ്ട, അവർക്ക് കൊടുത്തേക്കാനാ പറഞ്ഞത്. ബട്ട് സോ ജീസസ്, Peter answered, then the sons are exempt. Jesus said to them, but so that we may not offend them, so go to the lake and throw out your line, take the first fish you catch, open its mouth and you will find a 4 darchana coin. Take it and give it for me and you എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആ കാര്യത്തില് കർത്താവ് അവരെ ഒഫൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലരെയൊക്കെ ഒഫൻഡ് ചെയ്യണം, ചിലരെ ഒഫൻഡ് ചെയ്യണ്ട. കർത്താവ് ചിലരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ട്? എപ്പോഴും ഓർക്കുന്നുണ്ട്? ആരും ഓർക്കുന്നുണ്ടോ? ഒഫൻഡ് ചെയ്തായിട്ട് ഓർക്കുന്നുണ്ട് കർത്താവ്? ഓർക്കുന്നുണ്ടോ? എന്നെങ്കിൽ പറയാം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഞാൻ വായിച്ചേൽപ്പിക്കാം. Many disciples deserted Jesus. On hearing in, many of his disciples said, this is hard teaching. We can accept it. Aware these disciples were grumbling, and about this Jesus said to them, does this offend you? What if you see the Son of Man ascended to where he was before? Spirit gives him. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, പറയുന്നതാണ്. അവിടെ അവർ ഇത് കേട്ടപ്പോ കുറെ പേരങ്ങ് പോയി. അങ്ങനെ ലേക്കുന്നേ. So then the Jesus replied, അതിലേക്ക് വായിക്കുന്നില്ല, മുഴുവൻ വായിക്കുന്നില്ല കേട്ടോ. അന്നേരം വായിക്കാം. Simon Peter ഇതാ, this is why I told you that no one can come to me unless the Father has enabled me. I am reading from John chapter 6 verses 61 ആണ്. 66 ഇങ്ങനെ കാണുന്നു. From this time many of his disciples turned back and no longer followed him. You do not want to leave too? Jesus asked. Simon Peter answered, Lord, to whom shall we go? You have the words of eternal life. We believe and know that you are the Holy One of God. Jesus replied, have I not chose you? That told, yet one of you is devil. ഞാൻ പറഞ്ഞു വരുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. എന്റെ പോയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. Jesus offended those people and some of them left. And he also asked other people, why don't you leave?
they can't leave because there is no place to go. ഇതാണ് പറഞ്ഞു കേട്ടത്. ചില കാര്യങ്ങൾ നമ്മൾ ഒഫൻഡ് ചെയ്യണം, മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യണം, ചിലരെ ഒഫൻഡ് ചെയ്യണ്ട. ഓർത്ത് നോക്കി, സാമ്പത്തിക കാര്യം വരികയാണ്, ഇപ്പൊ നമ്മുടെ ഒരു ജോലി കാര്യം വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മളെ സംബന്ധിക്കുന്ന ലൗകിക കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. പണപരമായ കാര്യം, അല്ലെങ്കിൽ അഭിമാന പ്രശ്നം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്താ പറയുന്നത്, അധികാര പ്രശ്നം, അഭിമാന പ്രശ്നം, അധികാര പ്രശ്നം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. ലോകൈകമായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യം ആത്മീയ കാര്യങ്ങളാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, 21 ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഫ്രം ഈജിപ്റ്റ്, they were taken by they were arrested and they were taken to in a kind of ഒരു അരുവിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവരെ 1 by 1 ആയിട്ട് വെടിവെച്ച് കൊന്നു. അവരോട് ആവശ്യപ്പെട്ടെന്നറിയാമോ, അള്ളായാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വി ഡോണ്ട് സേ എന്ന് പറഞ്ഞു. 1 by 1 ആയിട്ട് 21 പേരെ വെടിവെച്ച് കൊന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അവരെയൊക്കെ ബാക്കിൽ കൈയൊക്കെ കെട്ടി തലയൊക്കെ മൂടി നിർത്തിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടവർക്കുന്നുണ്ട്, തീയിലൊക്കെ കണ്ടവർക്കുന്നുണ്ട്. അപ്പോ വിശ്വാസ കാര്യങ്ങൾ വരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയല്ല. മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. ഒരാൾ നമ്മളോട് ചീത്ത പറഞ്ഞു, ഒരാൾ നമ്മളെ അഭിമാനം മുറിച്ചു കളഞ്ഞു, നമ്മുടെ സമ്പത്ത് കുറച്ച് മോഷ്ടിച്ചു, ഏതെങ്കിലും രീതിയിലെ വിഷമങ്ങളൊക്കെ നമുക്ക് ഈ ലോകത്ത് ഒത്തിരി വിഷമങ്ങളുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അതല്ല. ആ കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അതർ ദാൻ ദാറ്റ് സ്പിരിച്വൽ മാറ്റേഴ്സ്. ഇതൊരു കാര്യം ഓർമ്മിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. ഇന്നല്ല കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഭാഗമാണ് മക്കാബിയരുടെ പുസ്തകം. മക്കാബിയരുടെ പുസ്തകം ഓർത്തഡോക്സ് ബൈബിളിലുണ്ടല്ലോ. അതില് മക്കാബിയരുടെ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ വായിക്കാം. 2 മക്കാബിയൻസ് ചാപ്റ്റർ 7 20 മുതലുള്ള വാക്ക് വായിക്കുന്നത്. 2 മക്കാബിയൻസ് ചാപ്റ്റർ 7 20 മുതലുള്ള ഓർത്തഡോക്സ് ബൈബിളിലുള്ള ഭാഗമാണ് വായിക്കുന്നത്. അവിടെ നമുക്ക് കാണുന്നത് ഒരു ഗുരുവിനെ കാണുന്നു, എലിയാസർ എന്ന ഗുരുവിനെ കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യയായിരിക്കുന്ന 7 മക്കളെയും കാണുന്നുണ്ട്. പിന്നെ മദറായിരിക്കുന്ന, അവരുടെ അമ്മയായിരിക്കുന്ന ഈ പേരെ വിട്ടുപോയി പെട്ടെന്ന്, 7 മക്കളെയും അവരുടെ മദർ പെട്ടെന്ന് വിട്ടുപോയി. മദർ വാസ് ദ മോസ്റ്റ് അമേസിംഗ്, മർത്തശ്മനിയമ്മ. ഓക്കെ, അപ്പൊ അത് ഓർപ്പിക്കട്ടെ. അവർ പറയണം മദർ വാസ്, ഇവരെ 7 പേരെ മകളെ പിടിച്ചു. അമ്മയെ ഗുരുവിനെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. അമ്മയും മകളെയും കൊല്ലാൻ വേണ്ടി പിടിച്ചിരിക്കുക. 1 by 1 ആയിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് കൊല്ലുകയാണ്, മക്കളെ ഓരോരുത്തരും കൊല്ലുകയാണ്. അപ്പൊ അമ്മയുടെ ഒരാളെ കൊന്നു മറ്റേയാളെ മാനസാന്തരപ്പെടുന്നത്, മറ്റുള്ളവരൊക്കെ മാനസാന്തരപ്പെടുന്നത് വിചാരിച്ചാണ് അന്ത്യോക്കസ് രാജാവ് അവരെ കൊല്ലുന്നത്. അന്ത്യോക്കസ് രാജാവ് മർത്തശ്മനിയമ്മയെയും 7 മക്കളെയും ഒരു ഗുരു ഏലിയാസറിനെ പിടിച്ച് ഏലിയാസറിനെ ആദ്യം കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞേച്ച് മക്കളെ ഓരോരുത്തരെ കൊല്ലുക. അങ്ങനെ ഒരാളെ കൊല്ലില്ലെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ മാറിക്കൊള്ളും എന്ന് വിചാരിച്ചാണ് അന്ത്യോക്കസ് രാജാവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 6 പേരെ കൊന്നു കഴിഞ്ഞുള്ള കാര്യത്തിൽ പറയാണ്, the mother was most amazing one of them all, and she deserves a special place in our memory. Although she saw her sons die in single day, she endured it with great courage because she trusted in the Lord. She endured it with great courage because she trusted in the Lord. She combined womanly emotion with manly courage. എനിക്ക് ടച്ച് ചെയ്ത വാക്കാണ്. She combined womanly emotion with manly courage and spoke these words to encouragement. അതൊക്കെ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഒരു വായിക്കട്ടെ. She said, I was not the one who gave you life and breath and put you together in my womb. അമ്മ മക്കളോട് പറയാണ്, മക്കളോട് ഓരോരുത്തരും പറയാം, മരിച്ച മക്കളുടെ ലാസ്റ്റ് ഒരാളെ കൂടെ കൊല്ലാൻ കേട്ടോ. അതെന്താ പറയുന്നത്? I was not the one who gave you life and breath and put together each part of your body. It was God who did it. God who created the universe, the human race, and all that exists. He is merciful and he will give you back life and breath again because you love his laws more than anything else. എല്ലാ നിയമങ്ങളെക്കാൾ അധികമായിട്ട് നീ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് മോനെ നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടും, വിഷമിക്കേണ്ട, നീ മരിച്ചോളം പറയാണ് അമ്മ പറയാണ്. അങ്ങനെയാണ് മരിക്കുന്നത്. And now അങ്ങനെ അദ്ദേഹത്തെയും കൊന്നു കേട്ടോ. And now കൊല്ലുന്നതിന് മുമ്പുള്ള കാര്യം ഒന്ന് വായിക്കട്ടെ.
and now give up my body and my life for the loss of the ancestors, just as my brothers did. ഏറ്റവും ആൾ പറയാണ്. But I was also beg God to show mercy to the people quickly. May my brother and my brothers and I be the last to suffer the anger of Almighty God, which has justly brought to the people. ഈ രാജ്യത്തിന്റെ മേൽ വന്നിരിക്കുന്ന ഈ ബാധകളുടെ കാരണം ഞാനും എന്റെ സഹോദരന്മാരും ആയിരിക്കും. അവർ ഞങ്ങളുടെ മരണം കൊണ്ട് തീരട്ടെ ഈ കാര്യങ്ങൾ. ഇനിയുള്ള ആൾക്കാർ ആരെയും കൊല്ലാനിട വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവസാനം ദ ലാസ്റ്റ് ഓഫ് ഓൾ മദർ പുട്ട് ടു ഡെത്ത്. എല്ലാം കഴിഞ്ഞ് അമ്മയും കൊന്നു, മോനെയും കൊന്നു, ഇടയും കൊന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മർത്തശ്ശിയുടെ 7 മക്കളുടെയും കാര്യം, എലിയാസറിന്റെ ഗുരുവിന്റെ കാര്യം പറയാമോ. അവർ 1 by 1 ആയിട്ട് മരിച്ചു. ആഫ്രിക്കയിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഈ നൂറ്റാണ്ടിൽ, ഈ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ 1 by 1 ഫെയ്ത്തിന് വേണ്ടി മരിച്ചു. നമുക്ക് യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വി ആർ വറിയിങ് അബൌട്ട് അവർ ഓൺ മണി, അവർ ഓൺ പൊസിഷൻസ്, അവർ ഓൺ worldly things. We shouldn't worry about those things. We should worry about the eternity. യേശുവിനുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഇന്നിപ്പോൾ വായിച്ചയുടെ ഭാഗങ്ങളൊക്കെ അതിന് പ്രേരകമാകുന്ന ഭാഗങ്ങളാണ്. എല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പാട്ടുപാടിയവരെയും പ്രാർത്ഥിച്ചവരെയും ബൈബിൾ വായിച്ചവരെയും. ശേഷാൽ ഒത്തിരി ഡിസ്കഷൻ ഉണ്ടായിട്ട് ലവ്ലിയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ വളരെ സന്തോഷമായി. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുമായിട്ട് സംബന്ധവും സഹവാസവും ദൈവമേ നിനക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുകയും വ്യസനിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും, സങ്കടപ്പെടുന്നവരുടെ മേലും, ദരിദ്രരുടെ മേലും, അനാഥരുടെ മേലും, നീ ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും മേലുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ശത്രുക്കൾ നിരനിരയായി വന്നെന്നാലും, സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും, ശത്രുക്കൾ നിരനിരയായി വന്നെന്നാലും, സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും, കദനത്തിൻ തീച്ചൂളയുരുകുമ്പോഴും കടലോളം കാരുണ്യം പകർന്നു നൽകും. കദനത്തിൻ തീച്ചൂളയുരുകുമ്പോഴും കടലോളം കാരുണ്യം പകർന്നു നൽകും. ആകുലനാകരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടെൻ മകനേ.